തൃശ്ശൂരിൽ ഒരു പോലീസ് ജീപ്പിന് എൻഫോഴ്സ്മെന്റ് RTO ഉദ്യോഗസ്ഥൻ പിഴ ചുമത്തിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഈ ഉദ്യോഗസ്ഥരുടെ നടപടി അപക്വവും അനുചിതവുമാണെന്നാണ് MVD ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ജൂലൈ 6 നടന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥന്റെ നടപടിയെ തള്ളിയ സംഘടന ഇതിന്റെ പേരിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രചാരണം ദൗർഭാഗ്യകരമാണെന്ന് അറിയിച്ചു. അതേസമയം ഇതിൽ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് സ്വീകരിച്ച നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഘടന. ഇത് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തുമെന്ന മുന്നറിയിപ്പ് നൽകി അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ, എന്താണ് ഈ വിഷയത്തിൽ സംഘടനയുടെ നിലപാട്? വിനിത സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂർ RTO എൻഫോഴ്സ്മെന്റ് RTOയിലെ MVA മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പൊല്യൂഷൻ ഇല്ല എന്ന് കാണിച്ചും പൊല്യൂഷൻ ഇല്ല അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളത് കാണിച്ച് 4000 രൂപയുടെ പിഴ നൽകിയത്. ഇതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുന്നതും കണ്ടിരുന്നു. അതായത് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഈ പോലീസ് വാഹനം തടഞ്ഞു നിർത്തിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വണ്ടി അത് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് ഉപാധികളുടെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥനെ തള്ളിക്കൊണ്ട് തന്നെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സംഘടന, ജീവനക്കാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥൻ കാണിച്ചത് അപക്വമായ നടപടിയാണ്. ഇത്തരത്തിൽ ഈ പോലീസ് വാഹനത്തിന് ഫൈൻ ഈടാക്കിയതും അത് പ്രചരിപ്പിച്ചതും തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഈ സംഘടന മോട്ടോർ വെഹിക്കിൾ ഗസറ്റഡ് അസോസിയേഷൻ പറയുന്നത്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി അത് മോട്ടോർ വാഹന വകുപ്പും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾക്ക് വഴിവെച്ചു എന്ന അടക്കമുള്ള വിമർശനങ്ങളാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിക്കുന്നത്. മറുഭാഗത്ത് തന്നെ പോലീസിനെയും ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നത് അല്ലെങ്കിൽ പോലീസ് വാഹനം അത് പരിശോധിക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള പ്രചരിപ്പിക്കുന്നത് അത് ശരിയല്ല, അത് തെറ്റാണ്. ഇത്തരം പ്രചരണങ്ങൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മനോവീര്യത്തെ കെടുത്തും. ഭാവിയിൽ KSRTC ബസ് അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പിന്മാറുന്നതിനുള്ള കാരണമായി ഇത് വ്യാഖ്യാനിക്കും. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അത് ന്യായീകരിക്കാൻ കഴിയില്ല, ഉചിതമായ നടപടി വേണം എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെയും ഒരു ഭാഗത്ത് അവർ തള്ളുന്നുണ്ട്, മറുഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെയും അവർ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുമുണ്ട്. വിനീത, ശരി, അശ്വിൻ ഡിയാഗോ വിശദാംശങ്ങൾ നൽകിയേ.